വിസ്ഡം ടീത്ത് അത് പൊതുവെ 18 to 22 ഇയേഴ്സിലാണ് പുറത്തേക്ക് വരിക. ചില ജോയിൻ്റെ സൈസ് ചെറുതായിരിക്കും. അപ്പോൾ വിസ്ഡം ടീത്ത് പ്രോപ്പറായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല, അത് ലോക്കായിട്ട് കിടക്കുന്നുണ്ടാവും. ആ കണ്ടീഷനാണ് നമ്മൾ ഇമ്പാക്റ്റഡ് ടീത്ത് എന്ന് പറയാം. ചിലപ്പോൾ അത് സൈലൻ്റ് ആയിരിക്കും, പെയിൻ ഉണ്ടാവില്ല, ഒരു കുഴപ്പമില്ലാതെ കിടക്കും. ചില കണ്ടീഷനിൽ അതിന് ചുറ്റും ഇൻഫെക്ഷൻ ആവും. അപ്പോൾ ഇൻഫെക്ഷൻ ആകുമ്പോൾ സിവിയർ പെയിൻ ഉണ്ടാവും, വായ്ക്ക് പുറത്തേക്ക് ഈ ഏരിയാസിൽ സ്വെല്ലിംഗ് ഉണ്ടാവും, നൈറ്റിൽ സ്ലീപ്പിങ്ങിന് അടക്കം ബുദ്ധിമുട്ടുണ്ടാവും, കിടന്നുറങ്ങാൻ പറ്റില്ല. മാത്രമല്ല ആ വിസ്ഡം ടീത്തിന് കേടുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ടീത്തിനെയും കൂടെ അത് ഇഫക്റ്റ് ചെയ്യാനുള്ള സ്ഥിതി ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോവുക. എടുക്കേണ്ട സാഹചര്യമാണെങ്കിൽ എടുക്കുക തന്നെ വേണം. ഒരു മിനി സർജിക്കൽ പ്രൊസീജിയർ ആയിരിക്കും, ഓറൽ സർജനെ കൊണ്ട് തന്നെ എടുപ്പിക്കണം. അത് ചെറിയ ഒരു ബോൺ കട്ടിങ്ങും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് അത് എടുത്തൊഴിവാക്കുക തന്നെ ചെയ്യണം.